എല്ലാവർക്കും നമസ്കാരം. ഫ്രണ്ട്സ് ഓണിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമുക്കിന്ന് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. കറണ്ട് അഫയേഴ്സ് ആണ്. ലോക അധ്യാപക ദിനം എന്താണ്? ലോക അധ്യാപക ദിനം ഒക്ടോബർ 5 കേട്ടോ. ഒക്ടോബർ 5. പലരും മറ്റു പല ഡേറ്റുകളൊക്കെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. ഒക്ടോബർ 5. ഇതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ 1966 നമ്മുടെ യൂണിസെഫ് ഉണ്ടല്ലോ, യൂണിസെഫ് മുൻകൈ എടുത്തിട്ട് ലോകത്തിലുള്ള അധ്യാപകരുടെ സ്റ്റാറ്റസ് ഇന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞൊരു ശുപാർശ മുൻപോട്ട് വെക്കുകയുണ്ടായി. അതിന്റെ ഒരു ആനിവേഴ്സറി എന്നുള്ള രീതിയിലാണ് നമ്മൾ ഒക്ടോബർ 5 അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത്. അധ്യാപക ദിനം ഒക്ടോബർ 5 മനസ്സിലായി. എന്നു മുതലാണ് ഒക്ടോബർ 5 അധ്യാപക ദിനമായത് എന്ന് ചോദിച്ചാൽ എഴുതണം 1994 മുതലാണ്. 1994 മുതലാണ് അധ്യാപക ദിനം, ലോക അധ്യാപക ദിനം ഒക്ടോബർ 5 എന്ന് നമ്മൾ ആഘോഷിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഏതൊക്കെ സംഘടനകളാണെന്ന് ചോദിച്ചാൽ യുനെസ്കോ ഉണ്ട്, പിന്നെ യൂണിസെഫ് ഉണ്ട്, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ILO ഉണ്ട്. ഈ 3 സംഘടനകൾ ഒന്നു ചേർന്നാണ് ലോക അധ്യാപക ദിനം ആചരിക്കുന്നത്. അപ്പോൾ ഒക്ടോബർ 5 ലോക അധ്യാപക ദിനം മറക്കരുത്. എന്ന് മുതലാണ് 1994. അടുത്ത ചോദ്യം, ISRO 2025 നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്ന ശുക്ര ദൗത്യം. അതായത് ശുക്ര ദൗത്യം എന്ന് പറഞ്ഞാൽ ശുക്രൻ എന്ന ഗ്രഹം ഏതാണ്? ശുക്രൻ എന്ന ഗ്രഹം വീനസ് ആണ്. വീനസ്. അപ്പോൾ ശുക്ര ദൗത്യം ഏതാണ്? ഗഗൻയാൻ ഉണ്ട്, മംഗൾയാൻ ഉണ്ട്, ശുക്രയാൻ 1 ഉണ്ട്, ശുക്രയാൻ 2 ഉണ്ട്. അതെ, സ്വാഭാവികം. ശുക്രയാൻ 1 ആണ്. അപ്പോൾ ഓർക്കുക 2025 ISRO നടത്താൻ ഉദ്ദേശിക്കുന്നത് ശുക്ര ദൗത്യം എന്ന് വെച്ചാൽ ശുക്രയാൻ 1 ആണ്. അപ്പോൾ ഓർക്കുക ശുക്രയാൻ 1. ഇപ്പോൾ നമുക്ക് സൂര്യൻ ഇതാണെങ്കിൽ സൂര്യനോട് ചേർന്നിരിക്കുന്ന ഗ്രഹം ഏതാണ്? മെർക്കുറി ആണല്ലേ. മെർക്കുറി അല്ലെങ്കിൽ ബുധൻ എന്ന് പറയും. മെർക്കുറി. പിന്നെ വരുന്ന ഏതാണ്? ഭൂമിയാണ്. അല്ല, പിന്നെ വരുന്നതാണ് നമ്മുടെ വീനസ്. വീനസ് ആണ് പിന്നെ വരുന്നത്. പിന്നെ വരുന്ന ആണ് നമ്മുടെ ഭൂമി. പിന്നെ ഇതിനെ അങ്ങോട്ട് ഓർത്തിരിക്കുക ജേസ് ആണെന്ന് ഓർത്താൽ മതി അല്ലെ. പിന്നെ ഒരു മാർസ് ഉണ്ടല്ലോ, ചൊവ്വ കഴിഞ്ഞിട്ട് ജേസ് ആണെന്ന് ഓർക്കുക. ഭൂമി കഴിഞ്ഞാൽ ചൊവ്വ വരും. ചൊവ്വ കഴിഞ്ഞാൽ പിന്നെ ചൊവ്വ അല്ലെങ്കിൽ മാർസ് വരും. മാർസ് കഴിഞ്ഞാൽ പിന്നെ ജേസൺ എന്ന് ഓർത്തിരിക്കുന്നത്. ജേസൺ എന്താ? ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ഓർത്തിരിക്കുക. അപ്പോൾ മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ഇതാണ് ജസ്റ്റ് എന്തൊക്കെ കോമൺ സെൻസ്. കാരണം ചില ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഒരു കോമൺ സെൻസ് വെച്ചിട്ട് എടുക്കാൻ പറ്റിയെങ്കിൽ ഇതൊക്കെ നമുക്ക് സഹായകരമാകും. ഓക്കെ. അടുത്ത് KSRTCയുടെ പുതിയ പാഴ്സൽ സർവീസ് ഏതാണ്? KSRTCയുടെ പുതിയ പാഴ്സൽ സർവീസ് മിന്നലുണ്ട്, KSRTC സ്പീഡ് ഉണ്ട്, പ്രവേഗ, അതുപോലെ KSRTC ലോജിസ്റ്റിക്സ്. നിങ്ങൾ ഏത് കുത്തും? KSRTC പല രീതിയിൽ വരുമാനം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. KSRTCയുടെ പുതിയ പാഴ്സൽ സംവിധാനം ഏതാണ്? KSRTC ലോജിസ്റ്റിക്സ് തന്നെയാണ്. ആ ഒരു പേരിൽ നിന്ന് നമുക്ക് കിട്ടും. KSRTC ലോജിസ്റ്റിക്സ് ആണ്. അപ്പോൾ നമുക്ക് ഈ ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അടുത്ത സ്ലൈഡ് നോക്കാം. ഓക്കെ, നമുക്ക് ബാക്കി ചോദ്യം നോക്കാം. പണ്ഡിറ്റ് കറുപ്പന്റെ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം ഏത് സ്ഥലത്താണ്? വെങ്ങാനൂർ, പന്മന, ചേറായി, വൈപ്പിൻ. ഏതാണ് ഉത്തരം വരുന്നത്? നിങ്ങൾക്കറിയാമോ? അതിനു മുമ്പ് വെങ്ങാനൂർ എന്ന് കേൾക്കുമ്പോൾ ആരെയും ഓർമ്മ വരാവുള്ളൂ? അതെ, പുലയരാജ അയ്യങ്കാളിയെ മാത്രമേ ഓർമ്മ വരാവുള്ളൂ. അയ്യങ്കാളിയുടെ സ്മാരകമാണ് എവിടെ? വെങ്ങാനൂരിലെ ചിത്രകൂടം എന്ന സ്ഥലത്തുള്ളത് അയ്യങ്കാളിയുടെ സ്മാരകമാണ്. പക്ഷേ ശവകുടീരം എവിടെയാണെന്ന് ചോദിച്ചാൽ പാഞ്ചജന്യം എഴുതണം. അയ്യങ്കാളുടെ ശവകുടീരം എടുത്തു വെച്ചാൽ പാഞ്ചജന്യം, അയ്യങ്കാളുടെ സ്മാരകം എടുത്തു വെച്ചാൽ ചിത്രകൂടം, വെങ്ങാനൂർ. ഓക്കെ. ഇനി ഇതിന്റെ ഉത്തരം എന്താണ്? പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം. പണ്ഡിറ്റ് കറുപ്പൻ എറണാകുളം ആയിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലത്തായിരിക്കും എന്നറിയാം. വൈപ്പിൻ അല്ലെങ്കിൽ പുതുവൈപ്പ് ആണോ? അല്ല, ചേറായിയാണ് ഉത്തരം കേട്ടോ. ചേറായിയാണ് ഉത്തരം. അപ്പോൾ പണ്ഡിറ്റ് കറുപ്പനെ പറ്റി പറയുവാണെങ്കിൽ എന്തൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരും? കേരളത്തിന്റെ ഏബ്രഹാം ലിങ്കൺ, അദ്ദേഹത്തിന്റെ വിളിപ്പേരാണ്. അദ്ദേഹം നിലകൊണ്ടത് ഏത് സമുദായക്കാർക്ക് വേണ്ടിയായിരുന്നു? അരയ സമുദായം അല്ലെ, അല്ലെങ്കിൽ ധീവര സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയായിരുന്നു. അവരുടെ ഉന്നമനത്തിന് വേണ്ടി, അവരുടെ നവോത്ഥാനത്തിന് വേണ്ടിയായിരുന്നു. അതുപോലെ തന്നെ മറ്റു ചില ചോദ്യങ്ങളുണ്ട്. ജാതിക്കുമ്മി എന്ന കൃതി എഴുതിയതായിരുന്നു പണ്ഡിറ്റ് കറുപ്പനാണ്. ഇനിയുള്ള എന്താണ്? സ്തോത്രമന്ദാരം എഴുതിയതാരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. അദ്ദേഹം 12ാമത്തെ വയസ്സിൽ എഴുതിയാണ്. വളരെ ജ്ഞാനിയായിരുന്നു. സംസ്കൃത ഭാഷ വളരെ ഒരു പണ്ഡിതനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ എറണാകുളം മഹാരാജാസ് കോളേജിൽ വർക്ക് ചെയ്യാനൊരു അവസരം ലഭിക്കുകയും അദ്ദേഹത്തിന് ജാതി പ്രശ്നം കാരണം ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുകയും അദ്ദേഹം പ്രതിഷേധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്.
അങ്ങനത്തെ ചില കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ പണ്ഡിറ്റ് കറുപ്പൻ്റെ കാര്യങ്ങളും മറക്കരുത്. കറുപ്പൻ ആദ്യമായിട്ട് സ്ഥാപിച്ച സഭയാണ് കല്യാണദായിനി സഭ. 1912 അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ചത് ആര് എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം? അതും പണ്ഡിറ്റ് കറുപ്പനാണ്. 1922 ഇനി നമുക്ക് ബാക്കി ചോദ്യം നോക്കാം. സെപ്റ്റംബർ 2020 ഗോവധ നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? സെപ്റ്റംബർ 2020 ഗോവധ നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം നേപ്പാൾ, മ്യാൻമാർ, ഭൂട്ടാൻ, ശ്രീലങ്ക. ഏതാണ്? നിങ്ങൾ ഏത് കുത്തും? നേപ്പാളാണോ? അല്ല, ശ്രീലങ്കയാണ് കേട്ടോ. ശ്രീലങ്കയാണ് ഉത്തരം വരുന്നത്. അപ്പോൾ ഓർക്കത്തിരിക്കുക, 2020 ഗോവധ നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ശ്രീലങ്കയാണ്, മറക്കരുത്. നമുക്ക് അടുത്ത് നോക്കാം. 2020 KG സുബ്രഹ്മണ്യം പുരസ്കാര ജേതാവ്. KG സുബ്രഹ്മണ്യൻ കൽപ്പാത്തി ഗണപതി സുബ്രഹ്മണ്യനാണ്. അപ്പോൾ അദ്ദേഹം വളരെ വലിയൊരു ആർട്ടിസ്റ്റാണ്. ചില കൂട്ടുകാരത് കേട്ടിട്ടുണ്ടാകത്തില്ല, പക്ഷെ അദ്ദേഹം ഇന്ത്യയിൽ കണ്ട വലിയൊരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിന് പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ വരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ആർട്ടിസ്റ്റ് ഫോറം ഒരു അവാർഡ്, പ്രഥമ അവാർഡ് കേട്ടോ, അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രഥമ അവാർഡ്സിനെ നമ്മൾ പ്രത്യേകം എടുത്ത് ശ്രദ്ധയോടുകൂടി പഠിക്കണം. 2020 പ്രഥമ KG സുബ്രഹ്മണ്യം പുരസ്കാര ജേതാവ് ആരാണ്? പിണറായി വിജയനാണ് കേട്ടോ. പിണറായി വിജയനാണ്. ഓർക്കുക, പിണറായി വിജയനാണ്. മാർക്കിൽ 25,000 രൂപയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ വർക്ക് ഈ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഉള്ള 2 പ്രളയം, പിന്നെ അതിനുശേഷം നിപ്പ, പിന്നെ അതിനുശേഷം ഇപ്പോൾ കൊറോണ, ഇത്രയും COVID-19 ഇത്രയും സാഹചര്യങ്ങളിലും അദ്ദേഹം പിടിച്ചു നിന്നു. ആ ഒരു കോൺട്രിബ്യൂഷൻ, അതൊരു അപ്രിസിയേഷൻ എന്നുള്ള രീതിയിലാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡ് നോക്കാം. ലോക നദീദിനം വേൾഡ് വാട്ടർ ഡേ എന്നാണ്? സെപ്റ്റംബർ 27 ആണ്. സെപ്റ്റംബർ 27 ലോക നദീദിനം മാത്രമല്ല, ലോക ടൂറിസം ദിനം കൂടാണ്. ഇതിലുണ്ട് ലോക ടൂറിസം ദിനമാണ് സെപ്റ്റംബർ 27. 2 ദിനങ്ങളുണ്ട്, ലോക നദീദിനം അതുപോലെ ലോക ടൂറിസ്റ്റ് ദിനം. എന്താണ്? സെപ്റ്റംബർ 27. നദീദിനത്തിന്റെ മോട്ടോ ജസ്റ്റ് നോക്കിയോ, ഡേ ഓഫ് ആക്ഷൻ ഫോർ റിവേഴ്സ് ആണ്. ടൂറിസം ദിനത്തിന്റെ ആണല്ലോ ടൂറിസം ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നാണ്. ലോക ടൂറിസം ദിനമാണ്. എന്താണ്? ലോക ടൂറിസം ദിനം. രണ്ടും ഒരു ദിവസമാണ്, സെപ്റ്റംബർ 27. ഇനി ഈ ബാങ്കിങ് മേഖലയിലെ ചില തട്ടിപ്പുകളുണ്ടല്ലേ, ചെക്ക് മുഖേന നടക്കുന്ന തട്ടിപ്പുകളുണ്ട്. അത്തരത്തിലുള്ള തട്ടിപ്പുകൾ തടയാൻ വേണ്ടി RBI മുഖേന മുൻകൈ എടുത്തിട്ട് ഒരു ആപ്ലിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ പേരാണ് പോസിറ്റീവ് പേ. മറക്കരുത്, പോസിറ്റീവ് പേ മറക്കല്ലേ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 2ാം ലോക മഹായുദ്ധ പൈതൃക നഗരമായി പ്രഖ്യാപിക്കപ്പെട്ട നഗരമേത്? ഡൊണാൾഡ് ട്രംപ് ആണ് പ്രഖ്യാപിച്ചത്. US-ന്റെ 45ാം പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ വിൽമിംഗ്ടൺ ആണ് USA. നോർത്ത് കരോലിന എന്ന സ്ഥലത്തുള്ള വിൽമിംഗ്ടൺ ആണ്. ഏകദേശം ഒരു 5 മാസം കൊണ്ട് ഏകദേശം 300 അല്ലെ 250-300 അടക്കമുള്ള ഷിപ്പുകൾ ഉണ്ടാക്കി എടുത്ത ഒരു ചരിത്രമുണ്ട് വിൽമിംഗ്ടൺ എന്ന സ്ഥലത്തിന്. അപ്പോൾ അത്തരത്തിൽ ഹെറിറ്റേജ് സിറ്റിയാക്കി മാറ്റി. World War II ആണ്. World War II വിൽമിംഗ്ടൺ ഐലൻഡ് ഹെറിറ്റേജ് സിറ്റി. അപ്പോൾ കാരണം പ്രഖ്യാപിച്ചത് ഡൊണാൾഡ് ട്രംപ്, മറക്കരുത്. ഇനി ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മൾ ചില ബുക്കുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. പൂനെ മഹാരാഷ്ട്ര ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ ഒരു സിമ്പിൾ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ചില ഡോക്യുമെന്ററീസും അല്ലെങ്കിൽ ചിലപ്പോൾ ദൂരദർശനകത്ത് ചിലപ്പോൾ ഇത് കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചില സിനിമകൾ ഉടമ്പ് കണ്ടിട്ടുണ്ടാവും. ആ ഒരു സിമ്പിൾ അത് ഇതിൻ്റെയാണ്, ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയാണ്. അതിന്റെ പുതിയ പ്രസിഡന്റ് ഉണ്ട്. പ്രസിഡന്റ് അല്ല, ചെയർമാൻ ആരാണ്? ശേഖർ കപൂറാണ്. ഇത് നേരത്തെ CBFCയുടെ ഒക്കെ ചെയർമാനായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ മറക്കരുത്, ശേഖർ കപൂറാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഒരു അക്കാഡമി വരുന്നതായിട്ട് കുറെ നാളായിട്ട് ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അത് കേരളത്തിലെ അഴീക്കലായിരുന്നു അവർ ആദ്യം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അഴീക്കൽ ചില എൻവയോൺമെന്റൽ നോംസ് ഒക്കെ നോക്കിയപ്പോൾ അഴീക്കൽ അവർക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ചും കൂടെ മാറി മംഗളൂരിലാണ് ഇപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്കാഡമി, ഒരു അക്കാഡമി. ഈ അക്കാഡമി എന്താ വെച്ചാൽ കോസ്റ്റൽ സർവീസിനകത്ത്, സെക്യൂരിറ്റി സർവീസിനകത്ത് മറ്റ് രാജ്യത്തു നിന്നുള്ള ആൾക്കാരെ എടുത്തിട്ട് ഇവിടെ ട്രെയിൻ ചെയ്യാനുള്ള സംവിധാനമൊക്കെയാണ് ഈ അക്കാഡമി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ആദ്യത്തെ അക്കാഡമി, ഫസ്റ്റ് അക്കാഡമി എവിടെയാണ് വരാൻ പോകുന്നത്? മാംഗ്ലൂർ, കർണാടകത്തിലെ മാംഗ്ലൂരിലാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കറണ്ട് അഫയേഴ്സ് ഒക്കെ നോക്കി. അപ്പോൾ എക്സാംസ് ഇപ്പോൾ ഡിസംബറിൽ കാണുമോ ഇല്ലയോ എന്നുള്ള അറിയാൻ മേല കറക്റ്റായിട്ട്. കാരണം ഡിസംബറിന്റെ 16 വരെയുള്ള ടൈം ടേബിൾ അവർ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ എന്ത് വേണം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ പഠിത്തത്തിൻ്റെ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ പ്രത്യേകിച്ച് പുതിയ ആൾക്കാർക്ക് കയറി വരാനുള്ള ഒരു അവസരമാണ്. അതുപോലെ പഴയ ആൾക്കാർ
പഴയ കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട്സുകളുടെ ഓൺലൈൻ ക്ലാസ്സുകൾ കാണുക. അതുപോലെ ഫ്രണ്ട്സുകളുടെ മോക്ക് ടെസ്റ്റ് എഴുതുക, മറക്കരുത്. അപ്പോൾ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.